Hello my dear students, welcome back to Corporate Regulations Session 11. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കമ്പനി ഫോർമേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഫയലിംഗ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അതിന് കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാറിൻ്റെ മുമ്പാകെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രാർ നമുക്ക് തരുന്നതാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പം നമ്മുടെ രജിസ്ട്രാർ ഓൺ ദ ബേസ് ഓഫ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻസും എല്ലാം വെരിഫൈ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് അതെല്ലാം കറക്റ്റാണെന്ന് കണ്ടുകൊണ്ട് നമ്മളുടെ കമ്പനീനെ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷനിൽ നമ്മുടെ കമ്പനിയുടെ പേര്, നമ്മുടെ കമ്പനി എന്ത് ആവശ്യത്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്, നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ്, നമ്മുടെ കമ്പനിക്ക് എത്ര ഷെയർസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്, എത്ര ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്സ് ആണ് നമുക്കുള്ളത്, പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മളുടെ ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ഈ കമ്പനി വൈൻഡിങ് അപ്പ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഇൻഡിമിനിഫിക്കേഷൻ, നഷ്ടപരിഹാരങ്ങളുടെ രീതികൾ ഏതൊക്കെ രീതിയാണ് പറഞ്ഞിട്ടുള്ളത്, അതും കൂടി ഈ സർട്ടിഫിക്കറ്റിൽ വ്യക്തമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ ലെറ്റർ ഓഫ് ഇൻകോർപ്പറേഷൻ എന്നും പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പനി സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഒരു ഡേറ്റ് ഉണ്ടാവും, ആ സർട്ടിഫിക്കറ്റ് തന്ന ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് തൊട്ട് ആ സർട്ടിഫിക്കറ്റിൽ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ പർട്ടിക്കുലർ കമ്പനിക്ക് ഉണ്ടാവും. അതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്പറാണ്. ആ നമ്പർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു നമ്പർ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ കമ്പനി അവരുടെ ഈ രജിസ്റ്റേർഡ് ഓഫീസിൽ, അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ അവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പീസ്, പിന്നെ ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായി തന്നെ ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. അത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത് വരെ അത് കൃത്യമായി തന്നെ ആ രജിസ്റ്റേർഡ് ഓഫീസർ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനി ഫോർമേഷനിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തെറ്റായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സപ്രസ് ചെയ്യുകയോ അതിനെക്കുറിച്ച് അയാൾക്ക് അവയർനെസ് ഉണ്ടാവുകയും പിന്നീട് അത് കണ്ടും മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് റിലേറ്റഡ് ആയിട്ട് അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ ആരാണോ അയാൾക്ക് അതിനുള്ള ബാധ്യത ഉണ്ടാവും, അതിനുള്ള ആക്ഷൻ അയാളുടെ എതിരെ എടുക്കുന്നുണ്ടാവും. പിന്നെ ഈ പറയുന്ന കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ കമ്പനി ചില തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ചില നല്ല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ സപ്രസ് ചെയ്തുകൊണ്ടും ഈ പറയുന്ന കമ്പനി ഫോം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ഫ്രോഡുലൻ്റ് ആക്ഷനാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്പനി ഫോം ചെയ്ത പ്രൊമോട്ടർ, പിന്നെ ആ കമ്പനിയിൽ ഫസ്റ്റ് ഡയറക്ടർ എന്ന് നെയിം ചെയ്തിട്ടുള്ള വ്യക്തി, പിന്നെ ആ കമ്പനിയുടെ ഡിക്ലറേഷനിൽ സൈൻ ചെയ്തവർ, ഇവരെല്ലാവരും ഇങ്ങനെയുള്ള ആക്ഷൻസിന് ബാധ്യതയുള്ളവരാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള വഴി കൂടെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട്, എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ സപ്രസ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കൊണ്ടുള്ള രീതിയിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഫ്രോഡുലൻ്റ് ആക്ഷൻ വഴി നടത്തിയിട്ടുള്ളത് നമ്മുടെ ട്രൈബ്യൂണൽസിന് അറിയപ്പെടുകയാണെങ്കിൽ, വിധികർത്താക്കൾ, ഭരണകർത്താക്കൾക്ക്, നിയമപാലകർക്ക് അത് അറിയപ്പെടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരൊരു അപ്ലിക്കേഷൻ ഫോം ചെയ്യും. ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ ആണെന്ന് അവർക്കത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ ഫോം ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിൽ അവർ ചില ഓർഡേഴ്സ് പുറപ്പെടുവിക്കും.
ആ ഓർഡേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്താനായിട്ട്, അതുപോലെ തന്നെ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ പ്രത്യേകിച്ചും ആ കമ്പനിയുടെ മെമ്പേഴ്സ് ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഓർഡർ പറയുന്നുണ്ടാവും. ഇനി അതുമാത്രമല്ല, ഇനി ഈ പറയുന്ന കമ്പനിയിൽ ഇങ്ങനെയുള്ള ഫ്രോഡുലൻ്റ് ആക്ഷൻസ് വന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് മാറ്റും. ലിമിറ്റഡ് ആയിട്ടായിരിക്കും പലപ്പോഴും മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ടാവുക, ബാധ്യത, പക്ഷേ അത് അൺലിമിറ്റഡ് ആക്കും. ദാറ്റ് മീൻസ് ആ കമ്പനിക്ക് എന്ത് ബാധ്യത വന്നാലും അതിൻ്റെ എല്ലാ മെമ്പേഴ്സും അത് എല്ലാം തന്നെയും ഏറ്റെടുക്കേണ്ടതായിട്ട് ഉള്ള ഒരു ഡയറക്ഷൻസ് കൊടുക്കും. പിന്നെ അത്തരം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി സിവിയർ ആയിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രൈബ്യൂണൽസ് കമ്പനിയുടെ പേര് രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് പറയും. പക്ഷേ ഇങ്ങനെയുള്ള ഓർഡേഴ്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ചില റീസണബിൾ ഓപ്പർച്യൂണിറ്റി കമ്പനിക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ പറയുന്ന പോലെ അവരുടെ ആ ഫ്രോഡുലൻ്റ് ആക്ഷൻസ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് വെളിപ്പെടുത്താനായിട്ടും, അതുപോലെ എന്തെങ്കിലും ബാധ്യതയോ പേയ്മെൻറ്റൊക്കെ ലയബിലിറ്റിക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് നിവർത്തിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത ശേഷം മാത്രമേ ഈ പറയുന്ന ഓർഡേഴ്സ് ഫോം ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷനാണ്. നമ്മളുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഇഫക്റ്റീവ്നെസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയുന്ന ഡേറ്റ് തൊട്ട് തന്നെ ആ രജിസ്ട്രേഷൻ്റെ ഇഫക്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഈ പറയുന്ന കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിൻ്റെ കമ്പനിയുടെ റിയൽ മെമ്പേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പേരുകളെല്ലാം മെമ്മറാണ്ടത്തിൽ ഉൾപ്പെട്ട പോലെ അവർക്ക് ആ കമ്പനിക്ക് വേണ്ടി ഫങ്ഷൻസ് ചെയ്യാവുന്നതാണ്. അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു പിന്തുടർച്ച അവകാശം ആ കമ്പനിയിൽ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് ആ കമ്പനിയുടെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ പവേഴ്സ് അക്വയർ ചെയ്ത്, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടീസ്, മൂവബിൾ ഇൻമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അത് കൈവശം വയ്ക്കാനും ഡിസ്പോസ് ചെയ്യാനും, അതുപോലെ തന്നെ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കമ്പനിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും, ആ കമ്പനിയുടെ ബിഹാഫ് പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ അവർക്ക് അതുകൊണ്ട് അധികാരം കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ. പിന്നെ ഇഫക്റ്റ് ഓഫ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ രണ്ടും തന്നെ അവിടെ അവിടെ ആക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം കമ്പനിയുടെ മെമ്പേഴ്സിന് ആ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് വെച്ചുകൊണ്ട് പല ഉടമ്പടികളിൽ ഏർപ്പെടാനും, അതുപോലെ തന്നെ പല ക്രയവിക്രയങ്ങൾ, പ്രത്യേകിച്ചും ആ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് പൈസകൾ അവരുടെ ഷെയർസ് ആയിട്ടൊക്കെ ഉള്ളത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അവർ കൊടുത്തു കഴിയുമ്പം ശരിക്കും അവരുടെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് അവർ കൊടുക്കുന്ന ഡെപ്റ്റായിട്ടാണ് അവരുടെ ഷെയർസ് അല്ലെങ്കിൽ മണീസ് കണക്കാക്കപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനാണ്. അതായത് നമ്മൾ സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഇഫക്റ്റീവ്നെസ്സോട് കൂടിയിട്ട് അതിൻ്റെ മെമ്പേഴ്സ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടും, അതുപോലെ മെമ്മറാണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എല്ലാം പ്രാബല്യത്തിൽ വരികയും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കമ്പനി അതിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ സ്വരൂപിക്കാനായിട്ട്, അവരുടെ ബിസിനസ് കമൻസ് ചെയ്യാനായിട്ട് വരുന്ന ക്യാപിറ്റൽ സ്വരൂപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഒരു പബ്ലിക് കമ്പനിയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനിയുടെ ഷെയർസ്, ഇപ്പോൾ ഷെയർസ് എന്നോ സെക്യൂരിറ്റീസ് എന്നോ സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷെയർസ് ആയിട്ടാണ്. അപ്പോൾ ആ ഷെയർസ് പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. അത് പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് കമ്പനി ആ പ്രോസ്പെക്ടസിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും,
അതിൻ്റെ ആ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇനി പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ടാണ്, അവർക്ക് മാത്രം സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൂടുതലായിട്ട് ആ കമ്പനിയുടെ ഇനിയും ഇഷ്യൂസ് ഷെയർസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നത്. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ചില സെലക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് ബോണസ് ആയിട്ട് കൊടുക്കുന്ന ഷെയർസാണ് ബോണസ് ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർസ് തന്നെ. അപ്പോൾ അത് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത് അലോട്ട് ചെയ്യണക്ക് മുമ്പേ ഓഫർ ചെയ്യില്ല, അത് അലോട്ട് ചെയ്ത ശേഷമേ ഓഫർ ചെയ്യുള്ളൂ. ഈ അലോട്ട്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ പറയുന്ന ഷെയർസ് അതിൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യുകയും അത് ഈ പറയുന്ന പോലെ കമ്പനി ചെക്കായിട്ടോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ റിസീവ് ചെയ്ത ശേഷം മാത്രമേ ആ ഷെയർസ് അലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് അവർ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അമൗണ്ട് പേ ചെയ്യേണ്ടത് ഷെയർസിൻ്റെ 5% കുറയാതെയുള്ള അമൗണ്ട് എന്തായാലും ആദ്യം പേ ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ സിബി ആണ് എത്ര പെർസെൻറ്റേജാണ് ആദ്യം പേ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സിബി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവർ ചില റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെഗുലേഷൻസ് പ്രകാരം ഇപ്പം 5% കുറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആ മിനിമം അമൗണ്ട്, അതാണ് നമ്മൾ ഷെയർസിൻ്റെ ആ മിനിമം അമൗണ്ട് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ആ മിനിമം അമൗണ്ട് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് വൺസ് ഈ പറയുന്ന ഷെയർസ് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ, ആ എടുത്ത ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് നമ്മുടെ സിബി സ്പെസിഫൈ ചെയ്യുന്ന പീരീഡാണ്. ഇനി നമ്മൾ അഥവാ അങ്ങനെ ഒരു മിനിമം അമൗണ്ട് പേ ചെയ്തില്ല, അതിലും കുറവേ പേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ അമൗണ്ട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനി തിരിച്ച് അവർക്ക് റീപേ ചെയ്യണം. അങ്ങനെ ആ ഇഷ്യൂ ക്ലോസ് ചെയ്യണം, സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം നമ്മളുടെ ഷെയർ ഹോൾഡർ ഈ സിബി പറയുന്ന ആളെടുത്തിട്ടുള്ള ഷെയർസിൻ്റെ ഒരു മിനിമം അമൗണ്ട്, പെർസെൻറ്റേജ് ഓഫ് അമൗണ്ട് പേ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ എത്രയാണോ പേ ചെയ്തേക്കുന്നത് അത് കമ്പനി റീപേ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ റീപേയ്മെൻറ്റിൽ എന്തെങ്കിലും ആ കമ്പനി വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണമെന്നാണ് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യണം? ആ പേ ചെയ്യേണ്ട അമൗണ്ടിന് 15% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് പെർ ആനത്തിന് കൂട്ടിയിട്ട് അത് പേ ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ടാവും. ഓക്കെ, ഇനി നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് മണി റിഫണ്ട് ചെയ്യുമ്പോൾ അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ തന്നെയാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അങ്ങനെ റിഫണ്ട് ചെയ്യുമ്പോൾ ആ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു മാനറിൽ നമ്മളുടെ രജിസ്ട്രാറിനെ പ്രിസ്ക്രൈബ് ചെയ്ത് കാണിക്കുകയും വേണം. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിലെ ഈ പറയുന്ന അതോറിറ്റീസിന് അതിൻ്റെ ലയബിലിറ്റി ഉണ്ട്. ആ കമ്പനിയുടെ ഓഫീസേഴ്സ് ഓരോ ദിവസവും ഡിഫോൾട്ടിന് 1000 rupees വെച്ചും അങ്ങനെ മാക്സിമം 1 lakh rupees വരെ ഏതാണോ കുറവ് അത് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും.